ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻഡീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയത് ഒരു തീയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇത് ഞാൻ സ്കൂളിൽ ഒരിക്കൽ ഓണത്തിന് തയ്യാറാക്കി കൊടുത്തൊരു തീയലാണ്. ഞങ്ങൾ ക്ലാസ്സുകളിൽ ഈ ഓണസദ്യ ഒരുക്കാറുണ്ട്. അപ്പം കുട്ടികളൊക്കെ ഏതെങ്കിലും ഓരോ ഐറ്റംസ് ഉണ്ടായിക്കൊണ്ട് വരും. അപ്പം ഞാനൊരിക്കൽ ഉണ്ടായിക്കൊണ്ട് പോയ ഒരു ഐറ്റമാണ് ഞങ്ങളുടെ തരാറ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ. അവർ അതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ട് പോയി വീട്ടിൽ അമ്മയെ കൊണ്ട് ഇതുപോലെ ചെയ്യിപ്പിക്കണമെന്നും പറയും. അപ്പം ഞാനത് ചെയ്തുകൊണ്ട് പോയ രണ്ട് ഐറ്റം, ഒന്ന് ഈ ഒരു തീയലായിരുന്നു, അതുപോലെ തന്നെ ഒന്ന് പച്ചടിയുമായിരുന്നു കേട്ടോ. ബീട്രൂട്ട് കൊണ്ടുള്ള പച്ചടിയായിട്ട്. അപ്പോൾ ഈ തീയൽ നല്ല അഭിപ്രായം കിട്ടിയ തീയലാണ്. എനിക്കിപ്പം ഓർമ്മ വന്നു, ഓണത്തിന് ഇത് തയ്യാറാക്കിയാലോ, ഓണം പ്രമാണിച്ച്. അപ്പോൾ എല്ലാവർക്കും ഒരു തീയലൊക്കെ കാണുമല്ലോ ഇലയുടെ തുമ്പത്ത്. അപ്പം അങ്ങനെ തുമ്പത്ത് വയ്ക്കാനായിട്ട് ഒരു തീയലാണ്. അടിപൊളി ടേസ്റ്റുള്ള ഒരു തീയൽ കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. കിഴങ്ങ് 2 ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബീട്രൂട്ടാണ്, അത് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാളയും കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക്, ഒരു 2 തക്കാളി, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാൻ നമുക്ക് ആദ്യം അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചെറുതായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. പെരുംജീരകം ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് ഇത്രയും ആദ്യമേ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ നല്ലതുപോലെ മൂത്ത് വരണം, വറുത്തെടുക്കാം. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. ചെറിയ തീയിൽ ചൂടാക്കി എടുക്കാം. അരപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് കഷ്ണങ്ങൾ വേവിക്കാം. തീയൽ വെക്കാനുള്ള ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി സവാളയുമാണുള്ളത്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടണം കേട്ടോ. നല്ല വഴന്ന് കിട്ടണം. നമ്മൾ ഉള്ളി ഇങ്ങനെ വഴറ്റാതെ, എണ്ണയിൽ വഴറ്റാതെയും വേണമെങ്കിൽ ഈ തീയൽ നമുക്കുണ്ടാക്കാം. വെറുതെ ഉള്ളിയും കിഴങ്ങും ബീട്രൂട്ടും എല്ലാം കൂടെ നമുക്ക് ഉപ്പും വെള്ളം ഒഴിച്ച് വേവിച്ച് അങ്ങനെയും ഉണ്ടാക്കാം. പക്ഷേ ഇങ്ങനെ എണ്ണയിൽ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്ത് ഉണ്ടാക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്ന് വരട്ടെ. ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4 പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. ഉള്ളിയും പച്ചമുളകും ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കിഴങ്ങും ബീട്രൂട്ടും ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ എടുത്തു വച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ അരപ്പ് വറുത്ത സമയത്തും കുറച്ച് കറിവേപ്പില ഇട്ടാണ് വറുത്തത് കേട്ടോ. ഞാൻ കാണിക്കാൻ വിട്ടുപോയി. കറിവേപ്പിലയും കൂടെ ചേർത്താണ് അരപ്പ് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അത് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ച് ഇതിനെ ഒന്ന് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട കാര്യമില്ല. നമുക്കിനി പുളിവെള്ളമൊക്കെ ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കാം.
വെന്ത് വരട്ടെ. നമ്മുടെ വെജിറ്റബിളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കിഴങ്ങും ബീറ്റ്റൂട്ടും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് വെക്കാം. നന്നായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുള്ള. ഇനി അടുത്തതിലേക്ക് ഒഴിക്കേണ്ടത് പുളിവെള്ളമാണ്. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അരപ്പിട്ടിട്ട് നമ്മൾ പുളിവെള്ളം ഒഴിച്ചെങ്കിലും ഇത് ഇച്ചിരി കുറുകിയിരിക്കുകയാണേ. അപ്പോൾ അതിന് കുറച്ച് അരപ്പ് വെള്ളം കൂടെ ഉണ്ട്, അതും കൂടെ ഒഴിച്ചൊന്ന് തിളപ്പിച്ചു വെക്കാം. ഉപ്പ് നോക്കട്ടെ, ഉപ്പില്ലെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണ്, ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ നോക്കട്ടെ, തിളച്ച് വരട്ടെ. ഇപ്പോൾ കറക്റ്റായിട്ട് ഉപ്പുണ്ട്. തിളച്ചൊന്ന് കുറുകണം കേട്ടോ, ഒന്നുകൂടെ കുറുകി വരട്ടെ. തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള തീയലാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇത് തയ്യാറാക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയലാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഓണം സ്പെഷ്യൽ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.